വേനൽ മഴയിൽ കോട്ടയം ജില്ലയിൽ ഉണ്ടായത് 24 കോടി രൂപയുടെ കൃഷിനാശം. നെല്ലിനും വാഴയ്ക്കും കപ്പയ്ക്കുമാണ് ഏറെയും നാശം സംഭവിച്ചത്. മുൻ വർഷങ്ങളേക്കാൾ കൂടുതൽ വേനൽ മഴ ലഭിച്ചതാണ് വ്യാപക കൃഷിനാശത്തിന് കാരണം. 1375.09 ഹെക്ടറിൽ ഉണ്ടായിരുന്ന 5702 കർഷകരുടെ കൃഷിയാണ് ജില്ലയിൽ നശിച്ചത്. ഏകദേശം 24,05,567 രൂപയുടെ നാശനഷ്ടം. മെയ് 1 മുതൽ ജൂൺ 9 വരെയുള്ള കണക്കാണിത്. 789.86 ഹെക്ടറിലെ നെൽകൃഷിയും 411.1 ഹെക്ടറിലെ വാഴയും നശിച്ചു. ഇവയ്ക്ക് പുറമെ കപ്പ, പൈനാപ്പിൾ, പച്ചക്കറി, ഇഞ്ചി എന്നീ വിളകൾക്കും വ്യാപക നാശമാണ് സംഭവിച്ചത്. സാധാരണ ലഭിക്കേണ്ട മഴയേക്കാൾ കൂടുതൽ വേനൽ മഴ ലഭിച്ചതാണ് കൃഷിനാശത്തിന് കാരണം. കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ വെള്ളം കയറിയാണ് കപ്പകൃഷിക്ക് നാശം സംഭവിച്ചത്. വാഴക്കൃഷിയും വ്യാപകമായി നശിച്ചു. ഞാനിവിടെ പാട്ടത്തിനടുത്താണ് 1,1 ഏക്കർ സ്ഥലം. ഈ കഴിഞ്ഞ വെള്ളം കയറി കാറ്റ് അടിച്ച് എല്ലാം പോയി, നശിച്ച്. 1,050 വാഴ ഉണ്ടായിരുന്നു. എൻ്റെ പൈസ ഇല്ലാഞ്ഞാണ് ഞാൻ 650 ഇൻഷുർ ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം കൂടെ കിടക്കുക. പിന്നെ എൻ്റെ കിഴക്കുവശേ കിടക്കുന്ന വാഴ നമ്മുടെ റോഡ് സൈഡിൽ കാണും. കഴിഞ്ഞ കാറ്റിന് കുറേ പോയി. ആദ്യത്തെ ഈ വർഷത്തെ ഒരു കാറ്റുണ്ടായില്ലേ, അന്നേരം ഒരു 150 പോയി. ഓണം വിപണി ലക്ഷ്യമിട്ട് കൃഷിയിറക്കിയ കർഷകരാണ് വേനൽ മഴ മൂലം ദുരിതത്തിലായത്. വായ്പയെടുത്തും പാട്ടത്തിനും കൃഷിയിറക്കിയ കർഷകർ വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. നാശനഷ്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ നഷ്ടപരിഹാരം നൽകാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് കൃഷിവകുപ്പ് വ്യക്തമാക്കി. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.